ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചിക്കൻ ടിക്ക കബാബ് ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ നമ്മുടെ റെഗുലർ പാനിൽ എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു തന്തൂരി സലാഡും ഒരു ഗ്രീൻ ചട്നി അഥവാ മിൻറ്റ് ചട്നിയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു 2 കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഫുൾ ചിക്കനാണ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് തൈര് ഇട്ട് കൊടുക്കാം. ഇത് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തേക്കുന്ന തൈരാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തൈരിൽ ഇച്ചിരി വെള്ളമൊക്കെ കാണും. അത് ഒരു സ്ട്രെയിനറിലോട്ട് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞെടുത്തേക്കുന്നതാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം തൈര് എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂണോളം സാധാരണ മുളക് പൊടിയും 3 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല 2 ടീസ്പൂണ്, ചാറ്റ് മസാല 1 ടീസ്പൂണ്, ടർമറിക് പൗഡർ 1/4 ടീസ്പൂണ്, ക്യുമിൻ പൗഡർ 2 ടീസ്പൂണ്, പിന്നെ ബ്ലാക്ക് സോൾട്ടും സാദാ സോൾട്ടും എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് സോൾട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി എടുത്തതേ ഉള്ളൂ. ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനതൊരു 1/2 ടീസ്പൂണോളം ബ്ലാക്ക് സോൾട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി കസൂരി മേത്തി അല്ലെങ്കിൽ ഡ്രൈഡ് ഫെനിഗ്രിക് ലീവ്സ് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത ശേഷം ഒരു 2 ടീസ്പൂണോളം പൊടിച്ചിട്ടിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണോളം അയമോദകം അല്ലെ അജ്വായൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഇതുപോലെ കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇനി 1/4 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. മാരിനേഷൻ ഒരു 2 to 3 hours എങ്കിലും വെച്ചാൽ നല്ലതാണ്. ഓവർനൈറ്റ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും. ഇത് ഇത്രയും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നതിന് ഒരു കളറ് ഉണ്ട്. ആ കളറിന് വേണ്ടിയിട്ട് ഞാനൊരു റെഡ് ഫുഡ് കളർ ഒരു 2 പിഞ്ചോളം ചേർത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു 2-3 മണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ മാരിനേഷനൊക്കെ കഴിഞ്ഞ് ഇനി ഒരു പാനിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഓയിലും ഒരു പീസ് ഓഫ് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓപ്ഷനിലാണ്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം കൂടെ ഈ പാനിലേക്ക് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണേ. അങ്ങനെ ഈ പാനിലേക്ക് ഞാൻ ഈ ചിക്കൻ പീസുകളെല്ലാം നല്ലപോലെ നിരത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തീയ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് കഴിയുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. 5-6 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തിരിച്ചിട്ട് വീണ്ടും ഒരു 5 to 6 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇനി ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കി ഒരു 10-12 മിനിറ്റോളം ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ കവർ ചെയ്ത് കുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ വെള്ളം ഇറങ്ങും. അന്നേരത്തേക്ക് അത് വീണ്ടും ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കൻ ഇട്ട ഉടനെ ലോ ഫ്ലെയിമിലിട്ട് അത് കുക്ക് ചെയ്താൽ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങും. നമ്മളിട്ട മസാല എല്ലാം വെള്ളത്തിലാവും. അതുകൊണ്ടാണ് അത് ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലിടുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ കുക്ക് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഓവനും തന്തൂരും ഒന്നും ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ടും അതിനൊരു ഗ്രിൽ മാർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഓപ്ഷനാണ്. ഇതുപോലെ ഓരോ പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഈ ചിക്കൻ ഫ്ലെയിമിലോട്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഗ്രിൽ മാർക്ക് വരുത്താം. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഗ്രിൽ പാൻ കിട്ടും. ഇതുപോലെ ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ച് കുക്ക് ചെയ്യാനായിട്ട് അത് വെച്ച് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചിക്കനിലെല്ലാം അതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാനൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു ഗ്ലേസിങ് കിട്ടാനും ഒരു ടേസ്റ്റ് എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനൊരു സ്മോക്ക് ഫ്ലേവർ കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ കോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്മോക്ക് കൊടുക്കാനായിട്ട് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന പോലെ തന്നെ ഈ ചിരട്ടയുടെ ഒരു ചെറിയ പീസ് എടുത്ത് ഒന്ന് ബേൺ ചെയ്ത ശേഷം ഒരു സ്റ്റീൽ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ചെറിയ പീസ് ഓഫ് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്ത് സ്മോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നിങ്ങൾക്ക് അധികം സ്മോക്ക് ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണമെന്നില്ല, ഓപ്ഷനിലാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പോഴുള്ള ലുക്കിനും ഫ്ലേവേഴ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓപ്ഷൻസ് കൊടുക്കുന്നത് കേട്ടോ. സ്മോക്കൊക്കെ ആവുന്ന നേരത്തിന് നമുക്ക് ഇതിൻ്റെ സലാഡ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പോളം ഇതുപോലെ ഒണിയൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കപ്പ് ക്യാബേജ്, ഒരു ഹാഫ് ക്യാപ്സിക്കം ഇതുപോലെ തൊലി കളഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാഫ് ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തതും, ബീട്രൂട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് ഒന്ന് തിളപ്പിച്ച ശേഷം ഇട്ടേക്കുന്നത് പച്ച ചുവയ്ക്കാതിരിക്കാനായിട്ട്. അത് ഓപ്ഷനിലാണ്, ഒരു കളറിന് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ ഒരു ഹാഫ് തക്കാളി സീഡ് കളഞ്ഞിട്ട് കട്ട് ചെയ്തതും ഒരു ഹാഫ് ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരിയും ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസും, ഇനി നമുക്ക് കുറച്ച് സ്പൈസസും കൂടി ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വീതം കാശ്മീരി ചില്ലി പൗഡർ, ക്യുമിൻ പൗഡർ, പിന്നെ ചാറ്റ് മസാല, ബ്ലാക്ക് സോൾട്ട് ഇത്ര ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് പെപ്പറും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് എരിവും ഉപ്പും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് മിൻറ്റ് ചട്നി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും, എങ്കിലും ഇതിൻ്റെ കോമ്പിനേഷനിൽ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. 1 കപ്പോളം മല്ലിയിലയും ഒരു ഹാഫ് കപ്പോളം പുതിനയിലയും എടുത്തിട്ടുണ്ട്.
പിന്നെ 3 പച്ചമുളകും 3 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 1/2 ടീസ്പൂണോളം ജീരകം, പിന്നെ ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസ്, സോൾട്ട്, ഇത്രയും ഇട്ടിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തുകൊണ്ട് വരുന്നുണ്ടേ. ഇനി ഒരു 1/2 കപ്പോളം തൈര് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് എത്രമാത്രം ഗ്രീൻ ചട്നി മിക്സ് ചെയ്യണോ അത് മിക്സ് ചെയ്യാം ടേസ്റ്റിനനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യവും തോന്നുവാണെങ്കിൽ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റിനനുസരിച്ച് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഞാനിതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഇത് എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എളുപ്പത്തിൽ ഒരു തന്തൂരി സലാഡും ഒരു മീൻ ചട്നിയും ചിക്കൻ ടിക്ക കബാബ് ചെയ്തെടുത്തിട്ടുണ്ട്. ടേസ്റ്റിയാണ്. നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ചിക്കൻ ടിക്ക കബാബ് എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഓവനും തന്തൂരും ഒന്നും ഇല്ലാതെ നമ്മുടെ സാധാ അടുപ്പിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.